ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ CPM തീരുമാനം കാത്ത് CPI അതൃപ്തിയുണ്ടെങ്കിലും പരസ്യമാക്കേണ്ട എന്നാണ് നിലപാട്. മെയ് 2 നടക്കുന്ന CPI എക്സിക്യൂട്ടീവിൽ വിഷയം ചർച്ച ചെയ്യും. AK സ്റ്റെഫൻ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. സ്റ്റെഫൻ, എന്താണ് CPIയുടെ നിലപാട്? ആര്യ, CPI ഇതിന് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ പോലും ഈ വിഷയമുണ്ടായ അന്ന് തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം ഇതിൽ ഇ.പി. ജയരാജന് ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും CPI ഇനി ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുന്നില്ല. CPMന്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് മറ്റ് ഘടകകക്ഷികളെ പോലെ CPIയും ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി മുന്നണിക്ക് ഉണ്ടാക്കിയ ജയരാജനെതിരെ കടുത്ത അമർഷം മുന്നണിക്കുള്ളിൽ പുകയുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും CPIയെ സംബന്ധിച്ചിടത്തോളം 2-ാം തീയതി ഈ എക്സിക്യൂട്ടീവിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ വിഷയം മുതിർന്ന നേതാക്കൾ അടക്കം ഉന്നയിക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ആ ഒരു എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ പാർട്ടി ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ നിലപാട് അന്ന് കൈക്കൊണ്ടേക്കാം. അതല്ല എങ്കിൽ CPMന്റെ നിലപാട് കൂടിയാണ് CPI ഏറെ ഉറ്റുനോക്കുന്നത്. നാളെ ഏതായാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു പ്രധാന അജണ്ട. എന്നാൽ ഈ വിഷയം കൂടി ഇ.പി. ജാവദേക്കർ വിഷയം കൂടി നാളെ ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉയർന്നു വരും. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.